ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മരണം കടന്ന് വന്നവരൊക്കെ എന്ത് കൂളായിട്ടാണ് ജീവിതത്തെ ഡീൽ ചെയ്യണതെന്ന് അടുത്തിടെ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് പ്രിയപ്പെട്ടൊരു പ്രേതമാണ്, ഡെലൂലു എന്ന് പേര്. നായക നടനിങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പനായിട്ട് സെറ്റാവില്ല, അച്ഛനായിട്ട് സെറ്റാവില്ല. എന്തൊരു ലളിതമായിട്ടുള്ള പരിഹാരമാണ് ഈ ഒരു ഡെലൂലു കൊടുക്കണമെന്ന് കാണണം. സെറ്റാവുന്നില്ലെങ്കിൽ റീസെറ്റാക്കിയാൽ പോരെ, സെറ്റാവുന്നില്ലെങ്കിൽ റീസെറ്റാക്കിയാൽ പോരെ. ഉദ്ധാനം ചെയ്ത കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ്. സ്ത്രീയെ നീ എന്തിനാ കരയണേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതാ പരിഹാരം ഉണ്ടല്ലോ. ഏറ്റവും വലിയ പ്രശ്നമായ ഈ മരണത്തെ തന്നെ തോൽപ്പിച്ചുയർത്തി ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹാരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉദ്ധാനം ചെയ്തവൻ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈസ്റ്റർ ശരിക്കും പ്രത്യാശയുടെ തിരുനാളായിട്ട് മാറുന്നുണ്ട്. ഒരു തിരിച്ചുവരവിന് എല്ലാവർക്കും സാധ്യതയുണ്ടെന്നുള്ള പ്രത്യാശ ഉള്ളിൽ നിറയ്ക്കുന്ന തിരുനാളിൻ്റെ പേരാണ് ഈസ്റ്റർ എന്നുള്ളത്. ആ രണ്ടുപേരെ നോക്കണം. ദസ്തവേസ്കിയുടെ നോവലിലാണ് ഒരാൾ കൊലപാതകിയാണ്, മറ്റേയാൾ ഒരു ഗണികയാണ്, ഒരു വേശ്യയാണ്. രണ്ടുപേരും കൂടെ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ വൈകുന്നേരമായ സമയത്ത് പോലും പള്ളി തുറന്നു കിടക്കുന്നുണ്ട്. ആരോ സ്വർഗം ക്ഷണിക്കുന്ന കണക്ക്. അവരകത്തേക്ക് കയറുന്നു, ഒരു ബൈബിൾ തുറന്നു വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി ബൈബിൾ വായിക്കുന്നു. അവർക്ക് വേണ്ടി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്ന വചനഭാഗം കർത്താവ് ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നതാണ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറയുന്നത് അവരുടെ ഉള്ളിലെ ഒരേ ചിന്ത നിറയണത് കൊണ്ടാണ്. അവർ വിചാരിക്കുന്നുണ്ട്, മരണത്തിൽ നിന്ന് പോലും ഒരാളെ തിരിച്ചെടുക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിന് എൻ്റെ പാപങ്ങളിൽ നിന്ന്, എൻ്റെ കുറ്റങ്ങളിൽ നിന്ന് എന്നെ തിരികെ എടുക്കാനാണോ പ്രയാസം? ശരിക്കും ഇതൊരു തിരിച്ചുവരവിൻ്റെ തിരുനാളാണ്. പത്രോസ്ലിഹയെ നോക്കണം. ഒരു കണ്ണീര് കൊണ്ട് അയാൾ ശുദ്ധനായി ക്രിസ്തുവിലേക്ക് മടങ്ങുന്നത് കാണുന്നില്ലേ? ഈശോയുടെ ശിഷ്യന്മാരെ നോക്കണം. എത്ര വിട്ടുപോയ സൗഹൃദങ്ങളും തിരികെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. മഗ്ദലേന മറിയത്തെ നോക്കണം. ഒരു കണ്ണീരിനപ്പുറം ഇങ്ങനെ വലിയ പ്രത്യാശയുടെ സുവിശേഷം വിളിച്ചു പറയാൻ സ്വർഗം നമുക്ക് അവസരം തരുമെന്ന് അവൾ പഠിപ്പിച്ചു തരും. ഈശോയെ തന്നെ നോക്ക്, ഒരു മരണത്തിനപ്പുറം ഉയർപ്പുണ്ടെന്ന് ഈ സുവിശേഷം ഈ തിരുനാൾ നമ്മളോട് പറഞ്ഞു തരും. ഒരു ചെറുപ്പക്കാരനെ കാണുമായിരുന്നു. അവനിങ്ങനെ ഡ്രഗ്സിലൊക്കെ പെട്ടിട്ട് ധ്യാനം കൂടാൻ പോയതാണ്. ധ്യാനം കൂടാൻ പോയി തിരിച്ചു വന്നു. പിന്നെ ഒന്നും വേണ്ടെന്നാണ് പറയണേ. പക്ഷേ ധ്യാനം കൂടിക്കഴിഞ്ഞ് നന്നായി ഈ പയ്യൻ പിന്നീട് ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്, ഡ്രഗ്സ് കിട്ടാതാവുമ്പോൾ. അവനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക വയലൻ്റ് ആവുമ്പോൾ. അവനായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവൻ്റെ മുൻപിൽ കുറച്ച് ഡ്രഗ്സ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും അവസാനത്തെ പരിശ്രമമാണ് തൻ്റെ മകനെ തിരിച്ചു പിടിക്കാനായിട്ട്. അവനോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മളോട് പറഞ്ഞു തുടങ്ങുക, അച്ഛാ അമ്മയടക്കം ഡോക്ടേഴ്സ് എല്ലാവരും എന്നോട് പറഞ്ഞതാണ് കുറേശ്ശെ ഉപയോഗിച്ചു തുടങ്ങിക്കോ, പതിയെ നിർത്തിയാൽ മതി. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു അവസ്ഥയിലേക്ക്, ഭ്രാന്തിലേക്ക് എത്തും. അതിനുവേണ്ടി കുറേശ്ശെ ഉപയോഗിച്ചു തുടങ്ങിക്കോ. പക്ഷെ അവൻ പറയും, വേണ്ടച്ചാ, ഈശോയിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒന്നും എനിക്ക് വേണ്ട. മരിക്കേണ്ടി വന്നാലും ഇതിൽ നിന്നൊരു തുള്ളി ഞാൻ തൊടില്ല. മരിക്കേണ്ടി വന്നാലും ഇതിൽ നിന്നൊരു തുള്ളി ഞാൻ തൊടില്ല. ഒരാളുടെ ഉയർപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. തിന്മയുടെ പാപശാപങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒരാൾ അനുഗ്രഹങ്ങളുടെ സുഹൃതങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നൊരു കാഴ്ച. ഒരു കുടുംബം ഇങ്ങനെ വല്ലാതെ തകർന്നു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ട. നമ്മുടെ അടുത്ത് വന്നിരുന്നവർ പറഞ്ഞതാണ്, പരസ്പരം കലഹവും ഒച്ചപ്പാടും കള്ളുകൂടിയും കലഹങ്ങളുമായി എന്താണ്ട് കല്ലറ കണക്കി കിടക്കുന്നൊരു കുടുംബം. അവർക്ക് പറയാനുള്ളത് പരാതികൾ മാത്രമാണ്, കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്. ഒന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലാവോ എന്ന് ചോദിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം, 2-3 മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് പുതിയ കാറിലെ മുഖം നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് വരുന്ന ഈ കുടുംബം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ദാ നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണെന്നുള്ളത് തന്നെയാണ്. ഒറ്റ കാര്യമുള്ളൂ, ഈശോയിലേക്ക് നോക്ക്. ഉദ്ധാനം ചെയ്തവനെ നോക്കിയവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മഗ്ദലേന മറിയം തന്നെയാണ് നീ എന്തിനാണ് കരയുന്നതെന്ന് കർത്താവ് ചോദിക്കുന്നതോടുകൂടെ അവളിങ്ങനെ പ്രത്യാശയുടെ സുവിശേഷകയായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നതോടുകൂടെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നതെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ധൈര്യത്തോടുകൂടെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. നിരാശയുടെ സംസാരങ്ങൾ മാത്രം പറഞ്ഞിരുന്ന എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിയുന്നതോടുകൂടെ അവർ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങുന്നുണ്ട്. ഒരു ഉയർപ്പ് സാധ്യമാണെന്നേ, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാണ്. ഈ ഈസ്റ്റർ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം അത് തന്നെയാണ്. ഉദ്ധാനം ചെയ്തവനിലേക്ക് നോക്ക്. നിങ്ങളുടെ തളർച്ചകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ഇടർച്ചകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ശരിക്കും എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഈ ഉദ്ധാന തിരുനാളിൽ നമ്മൾ കാണുന്നതെന്ന് നോക്കണം.
ഇങ്ങനെ തിരിച്ചു വന്ന മനുഷ്യർക്കൊക്കെ, ചില തിരിച്ചുവരവുകൾക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞൊരു വിഗിൻ്റെ പരസ്യമൊക്കെ കണ്ടായിരുന്നു. അത് ഉദ്ധാനത്തിൻ്റെ ഭംഗിയാണ്. ഈ തിരുനാള്, ഭംഗിയുള്ള ഈ തിരുനാള് നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആ സൗന്ദര്യത്തെ തിരികെ തരട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ, ഒരാളും തളർന്നു കിടക്കേണ്ടതില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഉയിർപ്പ് തിരുനാൾ മംഗളങ്ങൾ.